ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഓണസദ്യയുടെ ഒക്കെ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ആട്ടോ, കഴിക്കാനും അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള പായസം തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു ഫുള്ളായിട്ടുള്ള പൈനാപ്പിൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് ഇതാ ഒരു 1/2 കപ്പോളം പഞ്ചസാര കേട്ടോ. അതൊക്കെ നമ്മളെ മധുരത്തിനനുസരിച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇത് വേവിക്കാൻ നമുക്കൊരു 1/2 കപ്പോളം മതിയാവും. ഇതിന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിലിട്ടിട്ട് അടിച്ചിട്ട് അങ്ങനെയും വേവിക്കാം. ഞാനിപ്പോൾ പാനിലിട്ടിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കന്നെ അതായിട്ട് വരും. അപ്പോൾ അതാ ഒരു 4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം ഇതാ പൈനാപ്പിൾ നല്ല പോലെ വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലുള്ള വെള്ളം കുറഞ്ഞ ആ ഒരു വെള്ളം കൂടി ഉണ്ടല്ലോ, ഒന്നും കൂടി നിങ്ങൾ വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ട് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ലിറ്റർ പാലാട്ടോ, പശുവിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പാൽ തിളച്ച് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമുക്കിതാ ഒരു 1/2 കപ്പോളം ചൊവ്വരി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടില്ല കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചൊവ്വരി അല്ലെങ്കിൽ സാഗു റൈസ്. അപ്പോൾ ഇത് നമ്മൾ പായസം ഉണ്ടാക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വേവായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കുകയെന്നുണ്ടെങ്കിൽ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും അതിൻ്റെ വേവ് ഏകദേശം ആയിട്ട് വരും. പഞ്ചസാര ഒന്നും ഇപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ഇതൊന്ന് വേവായി വന്നതിന് ശേഷം നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് പേരുണ്ടാവും ആദ്യമായിട്ട്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണുമായി തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കണും കൂടെ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യണേ. എന്നാലേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ സാഗു റൈസ് അല്ലെങ്കിൽ ചൊവ്വരി നല്ലതുപോലെ വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അത് ഫുള്ളായിട്ട് നല്ല പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലൊന്നും ഒട്ടും ആ ഒരു വൈറ്റ് പോർഷൻ ഒന്നും കാണുന്നില്ല. നല്ല പോലെ ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 1/2 കപ്പോളം ഷുഗർ ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം നോക്കിയിട്ട് മധുരം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ഷുഗർ മെൽറ്റായിട്ട് വരട്ടെ. ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറഞ്ഞ എമൗണ്ട് ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മതി, അതിൽ കൂടാൻ പാടില്ല. കുറഞ്ഞൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ അതിലേക്ക് ഇതാ ഒരു 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒഴിക്കണം ഒട്ടും നിർബന്ധമില്ല. അങ്ങോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലൊരു ഷുഗർ ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് പായസത്തിൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറഞ്ഞ അളവിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇതാ ഒരു 8 കാഷ്നട്ട് ഒന്ന് സെൻറ്റർ കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അത് 2 ടീസ്പൂൺ നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തണുത്ത് വരട്ടെ. എന്നിട്ട് മാത്രമേ നമ്മളിതിലേക്ക് പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഈ ഒരു ചൂടോട് കൂടിയിട്ട് നമ്മളിതിലേക്ക് പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ പാല് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം മാത്രം അതിലേക്ക് പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ അതാ ഈ പാല് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതാ കുറച്ചൊക്കെ തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ, അതങ്ങ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ ഒരു പായസം കുടിക്കാൻ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം കേട്ടോ. അല്ലാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് തലേ ദിവസമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ സദ്യ കഴിക്കുന്ന ടൈമിലൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.